ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിതേ രാവിലെ തന്നെ മാവേലിക്കര വരെ ഒന്ന് പോകുവാണേ. അവിടെ നമുക്ക് കുറച്ച് കസിൻസ് ഉണ്ട്. അവിടുത്തെ ഒരു വല്യമ്മയ്ക്കും വല്യച്ഛനൊക്കെ നല്ല സുഖമില്ലെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എസ്.എൽ. എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ എല്ലാവർക്കൊന്നും അത്ര ഇഷ്ടമല്ല, എന്നാലും ചേട്ടായിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയേക്കാണ്. പക്ഷേ ഞാൻ മാത്രം മസാല ദോശ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഏട്ടായി അവിടെ നിന്ന് പൂരിയും കുഞ്ഞായി നെയ് റോസ്റ്റും അമ്മ ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഫുഡൊക്കെ വന്ന അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. മസാല ദോശയുടെയും നെയ് റോസ്റ്റിൻ്റെയും പൂരിയുടെയും കൂടെ വട ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക് മാത്രമേ വടയില്ലായിരുന്നുള്ളൂ. അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ രാവിലെ പഴം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ല. ഒരു ലൈറ്റ് ചായ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 11 മണിയായിട്ടോ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മസാല ദോശ വന്നപ്പോൾ തന്നെ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങോട്ട് അടിച്ച്. അവിടെ ഒരു ടേബിളിൽ 4 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചേട്ടായി പുറകിലത്തെ ടേബിളിലാണ് ഇരുന്നത്. ചേട്ടായിയുടെ പൂരി മസാലയൊക്കെ വന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അച്ഛൻ്റെ ലൈറ്റ് ചായയും വന്നു. അച്ഛൻ ഫുഡ് കഴിക്കുന്നില്ലാത്തതുകൊണ്ട് കുഞ്ഞുമാവേന അച്ഛനാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനങ്ങനെ ചായയും കാപ്പിയൊന്നും അധികം കഴിക്കത്തില്ല, എന്നാലും ഒരു കോഫി ഓർഡർ ചെയ്തിട്ടോ. ബില്ല് വന്നപ്പോൾ വേണ്ടായിരുന്നു ഒന്നിട്ട് അവസാനം. പൊന്നുമക്കളെ, ഒരു കോഫിക്ക് 19 രൂപയാണ്, 19 രൂപ. അതിൻ്റെ അടുക്ക് അപ്പുറത്തെ ടേബിളിലിരുന്ന ഒരു പയ്യൻ സൈഡ് ഞാൻ കമ്പനി കേട്ടോ. അങ്ങനെ അവനായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ബില്ല് എടുക്കാൻ നേരം ഞാൻ എപ്പോഴും പോലെ 2 മിഠായി കഴിക്കലാക്കി. പിന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ വനിതാ ഗൃഹലക്ഷ്മിയൊക്കെ എടുത്ത് കൈ പിടിക്കാറുള്ളതാണ്. പിന്നെ എന്തോ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കൃപാസനം എത്തിയെന്ന്. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ അവിടെ. കൃപാസനത്തിൽ വന്ന ആളുകളുടെയൊക്കെ വണ്ടികളൊക്കെ സൈഡിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടികളുടെ ഒരു നീണ്ട നിരയായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊരങ്ങറ്റം വരെ കാണുന്നതൊക്കെ കൃപാസനത്തിൽ വന്ന ആളുകളുടെ വണ്ടികളാണ് കേട്ടോ. ചിലരൊക്കെ വണ്ടിയൊക്കെ നീക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ബ്ലോക്ക് വന്നത്. ഒന്നാമത് ഹൈവേയുടെ പണി നടക്കുന്നു. അങ്ങനത്തെ ഒരു ബ്ലോക്ക് വേറെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ തോട്ടപ്പള്ളി സ്പിൽവേ. കായലും കടലും കൂടെ ഒന്നിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്കും ഈ സ്പിൽവേ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്ത് കായലിൽ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ വല്യമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. അപ്പോൾ വല്യമ്മേനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് മാപ്പ് ഇട്ടാണ് പോകുന്നത്. പക്ഷെ ബാക്കിലിരുന്ന് മാപ്പ് നോക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഹോസ്പിറ്റലിലെത്തിയിട്ട് അമ്മയും അച്ഛനാണ് കേട്ടോ ആദ്യം കാണാൻ പോയത്. 2 പേര് വീതം കാണുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒത്തിരി ക്രൗഡായി പോകുമല്ലോ. ഹോസ്പിറ്റലിൽ കുറച്ച് പെയിൻറ്റിങ് വർക്ക്സൊക്കെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും കാണാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഇഷാനും ഞാനുമായിട്ട് പുറത്ത് നിൽക്കുമായിരുന്നേ. ഇഷാൻ ആ പാർക്കിംഗ് ഗ്രൗണ്ട് മുഴുവനും ഞാനും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നേ. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ. ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇയാനുവിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി നിർത്തുവാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇയാനെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവൻ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ അവരുടെ കൂടെ ഇരുന്നോളൂ. കുറച്ച് നേരം കഴിഞ്ഞ് അവൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വന്നു. പിന്നെ ഞാനും ചേട്ടായും പോയി വല്യമ്മേനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തോളൂ. ഒരുപാട് സമയം അവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് വേഗം ഞങ്ങൾ പോയിട്ട് വന്നു. ഞാൻ ഇഷാനെ കാറി കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, വീഡിയോ എടുക്കലും ബഹളമൊക്കെ ആയിരിക്കും. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഒരു അനിയത്തിയുടെ വീട്ടിലേക്കാണേ. അവരുടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്ന് റെൻറ്റിന് താമസിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോൾ നമ്മുടെ ചേട്ടൻ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി വരാം കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡാണേ. പുള്ളിയുടെ പേര് സുമോദ് എന്നാണ്. ചേട്ടായുടെ ബെസ്റ്റാണ് പുള്ളി. ചങ്ക് എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ശരിക്കും ഇവർ തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ അവൾ വേറെ വീട്ടിലെയും ഇവർ രണ്ടുപേരും ചേട്ടനും അനിയനാണ്. അങ്ങനത്തെ ഒരു വൈബാണ് കേട്ടോ ഇവർ തമ്മിൽ. 2 വളവ് കഴിഞ്ഞാൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു 3-4 വളവ് കഴിഞ്ഞിട്ടോ കുറേ ദൂരം ഞങ്ങൾ പോകുന്നു. ചേട്ടൻ്റെ പുറകെ വെച്ച് പിടിച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവസാനം വീടെത്തി. ഇതാണ് കേട്ടോ സുമോദേട്ടൻ നിൽക്കുന്നുണ്ടോ 2 പേരും കൂടെ. അവിടെ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇഷാൻ.
ഈ അന്നം കളിപ്പിച്ച് അവരവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചെറിയ അലമ്പൊക്കെ ആയിരുന്നു കേട്ടോ, ഒത്തിരി ആളുകൾ കണ്ടുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും അച്ഛനൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ചെറിയ ചായക്കട നിർത്തിയേക്കുവാണ്. അവിടെ നല്ല ചൂട് പഴംപൊരിയും പരിപ്പോടെയൊക്കെ ഉണ്ടായിരുന്നേ. ഒരു ഉണ്ടംപൊരി വാങ്ങിച്ചിട്ട് അതിന് മധുരമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അത് ഷെയർ ഇട്ടെടുത്ത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഒരു ചായയൊക്കെ കുടിച്ചു, നല്ല ചായയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി. പോകുന്ന വഴി ഒരു പ്ലാൻ, ഒരു സിനിമക്ക് കയറിയാലോ. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ EVM ഗ്രാൻഡ് സിനിമാസിലേക്ക് പോയി. അവിടെ ചെന്ന് ഗിറ് കാണാമെന്ന് വെച്ചു. കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ സിനിമയാണ് കേട്ടോ. അതിനകത്ത് സിംഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആ സിനിമക്ക് കയറാമെന്ന് പറഞ്ഞു. ഇഷാൻ്റെ സന്തോഷമാവില്ല എന്ന് ഓർത്ത് അങ്ങനെ എൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. അവന് ഉടുപ്പൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കിയിട്ടാണ് നമ്മൾ കയറുന്നത്. ഇഷാൻ അവിടുന്ന് പോപ്കോണൊക്കെ ആദ്യമേ തന്നെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിയേറ്ററിൽ കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവനെ തട്ടിമറിച്ച് അവിടെ ഇട്ടു. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ചുണ്ടായിരുന്നു കൊണ്ട് അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ലയണിൻ്റെ സിനിമയ്ക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ലയൺ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സുരാജിൻ്റെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ബോറില്ലാതെ ഇരുന്നു. കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഈസി ഇത്തിരി പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ താഴത്തേക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ച് അച്ഛൻ വന്ന് ഫ്രണ്ടിലിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരു 8:30 ആകുമ്പോൾ സിനിമ തീർന്നു കേട്ടോ. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സുരാജിൻ്റെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. അമ്മ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പോപ്കോണിൻ്റെയും ജ്യൂസിൻ്റെയൊക്കെ കുപ്പിയൊക്കെ കയ്യിലെടുത്തു. അത് അവിടെ വെക്കാൻ പാടില്ല, പുറത്തുകൊണ്ട് കളയണമെന്നായിരുന്നു നമ്മുടെ വിചാരം കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അതും കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ തിയേറ്ററിന് പുറത്ത് വേസ്റ്റ് ബിന്നിലതിട്ടു. ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ മൂവി കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറിയായിരുന്നു. ലെമൺ എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല ഫുഡാണ് അവിടുത്തെ. ഞങ്ങളിതിന് മുന്നും കഴിക്കാറുണ്ട്. വീടിൻ്റെ അടുത്തായതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട്സോ കസിൻസൊക്കെ ആരെങ്കിലും ആയിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ. ഇതേ ചേട്ടായിയുടെ ഒരു ഫ്രണ്ട് മുന്നിൽ വന്നേം ചാടിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടായി അവരായിട്ട് കുറേ നേരം കത്തി വെച്ചു. അച്ഛനും അമ്മയൊക്കെ ആദ്യം ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടായി അവരായിട്ട് അങ്ങനെ കത്തി വെച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ അൽഫാം മന്തി കേട്ടോ ഓർഡർ ചെയ്തോ. അച്ഛനും അമ്മയും ചിക്കനൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അച്ഛന് ചപ്പാത്തിയും അമ്മയ്ക്ക് അപ്പവും ചില്ലി ഗോപിയും വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഫാം മന്തിയൊക്കെ വന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇഷാന് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണ്. ഇഷാനും അച്ഛമ്മയും അപ്പയും കൂടെ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു കസിൻ ചേട്ടൻ അവിടെ വന്നു. ആൾ ഫുഡ് പാഴ്സൽ വാങ്ങാൻ വന്നാണ്ടോ. പുള്ളിയൊക്കെ ആയിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഓക്കെ, താങ്ക് യു, ബൈ.